കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിന്നോട് ആര് പറഞ്ഞു അവളെ പോയി ശല്യപ്പെടുത്താൻ? അവക്കൊരു കുടുംബം നടത്താനുള്ളതല്ലേ. അവളെ വഴക്ക് പറയാതെ ശാരദാമ്മേ, അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇവളത്. ആ എന്നിട്ട് ശാരിക എന്ത് പറഞ്ഞു? കൃഷ്ണൻകുട്ടിയും വിജയലക്ഷ്മിയും വിട്ടിട്ടുണ്ടാവില്ല അല്ലേ? ആ അവര് നോക്കുമ്പോ അവരുടെ ഭാഗത്താ ന്യായം. ശാരിക വന്നാലൊന്നും ഈ ഒരവസ്ഥയില് ഇവിടത്തെ പ്രശ്നത്തിന് പരിഹാരമാവില്ല. ഇവിടെ ഇപ്പൊ വേണ്ടത് വേറൊരാളാ. ഇത്തിരി ഭാരം വഹിക്കാൻ കരുത്തുള്ള ഒരാള്. ആകാശത്ത് പൊട്ടി വീണോ? ആകാശത്തുനിന്ന് പൊട്ടി വീണതൊന്നും അല്ല, അത് പായസത്തിൽ കലക്കിയതാ. മോളെ, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇനി നമ്മളത് അതിജീവിച്ചേ കഴിയൂ. മോളെ, എല്ലാം നീ ഇങ്ങനെ ഉള്ളിലിട്ട് ചുട്ടു പഴിപ്പിക്കല്ലേ. നീ ഒന്ന് കരയെങ്കിലും ചെയ്യും മോളെ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിന്റെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് പോലും വന്നില്ലല്ലോ മോളെ. മോളെ, ഒന്ന് പൊട്ടിക്കരേ. മോടെ മനസ്സിന്റെ ഭാരം ഒന്ന് ഇറക്കി വെക്കേ. എടി, നിന്നോട് പറഞ്ഞതൊന്ന് കരയാൻ മോളെ. പ്രീതി, വാവച്ചിക്കുള്ളതായി. അയ്യടാ, അതിനിത് വാവച്ചിക്കുള്ളതാരാ പറഞ്ഞേ? ഇത് കുഞ്ഞാവയ്ക്കുള്ളതാ. എന്റെ വാവച്ചിയുടെ വയറ്റിലെ കുഞ്ഞാവയ്ക്ക. കഴിച്ചു കഴിച്ചു കഴിച്ചു.
വാടി. ആന്റി, സത്യത്തിൽ അവിടെ എന്താ സംഭവിച്ച? മാറി നിൽക്കണേ അങ്ങോട്ട്. കൊള്ളാം. ഈ തിളപ്പ്, ഈ തീ, ഇത് തന്നെ വസുമതി വേണ്ടത്. ഇനിയെല്ലാം അത് അതിന്റെ വഴിക്ക് തന്നെ നടന്നോളും. കണ്ണും നിടരാതെ കാലും നിടരാതെ കാത്തത. എന്നിട്ടും പിന്നെന്താ പറ്റിയത്? ഏത് ദൈവവും നമ്മൾ ചതിച്ചത്? ചതിച്ചത് ദൈവമല്ല സത്യഭാമേ. നീയാ. നീ വസുമതി, നിർത്തടി. എഴുന്നേറ്റ് വാടി. എന്താ ഇത്? ഏട്ടൻ ഇങ്ങനെ പൊട്ടം കളിക്കാൻ ഇനി ഇവരുടെ കൂടെ ഇങ്ങനെ നിന്ന് കൊടുക്കല്ലേ. അല്പമെങ്കിലും നാണം ഉണ്ടെങ്കിൽ ഏട്ടൻ പ്രീതിയും കൂട്ടി വാ. എന്താ പ്രശ്നം എന്താ? എടാ, നിനക്കൊന്നും അത് മനസ്സിലാവില്ല. നീയും നിന്റെ അച്ഛൻ രാഘവൻ നായരും അടക്കം മൊണ്ണകളാ. ഈ നിൽക്കുന്ന സ്ത്രീയുടെ ചൂണ്ടുവിരലിൽ ചലിക്കുന്ന വെറും പാവകൾ. സൂക്ഷിച്ചുപയോഗിക്കണം. പോടാ. നീ വലിയ കേടിയായിരിക്കും. അതുപോലുള്ള 1000 കേടികൾ കയ്യിലുള്ളവനാ ഈ നിൽക്കുന്ന എന്റെ മകൻ, ക്രിമിനൽ ലോയർ അർജുൻ ശങ്കർ. ഓരോ കുറ്റകൃത്യവും തലനാരിഴ കീറി പരിശോധിച്ച് സത്യം കണ്ടെത്താൻ മിടുക്കൻ. എന്നാ വെറും മൊരപ്പൊട്ടൻ. അമ്മേ, ഈ നാട്ടിലൊരു ക്രൈം നടക്കുന്നത് മുമ്പേ അറിയുമെന്ന് മേനി നടിക്കുന്ന നീയാണോടാ നിന്റെ കുഞ്ഞിനെ പച്ചയ്ക്ക് കൊല്ലുന്നത് കണ്ടോണ്ട് നിൽക്കുന്നത്? വസുമതി, അതിനാരെന്ത് ചെയ്തെന്നാ? നിനക്കൊന്നും അറിയില്ല അല്ലടി. മകൾക്ക് സ്നേഹപൂർവ്വം കോരിക്കൊടുത്ത പായസത്തിന് നല്ല രുചിയായിരുന്നു അല്ലേ ഭാമാന്റി? വസുമതി, നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പായസത്തെ വിഷം കലർത്തിയെന്നോ? നീ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞല്ലോ സത്യഭാമേ. ഞാനോ? മോനെ വിഷ്ണു, നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ? മോനെ അർജുൻ, നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ? മോളെ പ്രീതി, നീ മോളെ ആരും വിശ്വസിക്കില്ല സത്യഭാമേ നിന്നെ. നീ ചെയ്ത അനീതിക്ക് ലോകത്തൊരു സ്ത്രീയും ചെയ്യാത്ത നെറുകേടിന് മറുപടി പറയേണ്ട സമയം ഇത്. വസുമതി, നല്ല നടിയ
അതിനുവേണ്ടി അവള് സ്വന്തം താലി പോലും ഉപേക്ഷിക്കാൻ തയ്യാറായി. നിങ്ങളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്, അതുകൊണ്ട് മാത്രം. അർജുനേട്ടൻ ഇവിടെ വന്ന് താമസിക്കുകയും പ്രീതിയുമായി ഒന്നിച്ച് കഴിയുകയും ചെയ്തെന്നറിഞ്ഞ സത്യമ്മ പൊറുക്കില്ല. ആ കുഞ്ഞിനെ വേണ്ടെന്ന് സത്യം ഒരു തീരുമാനം എടുത്താലോ? ആ കുഞ്ഞിന് വേണ്ടിയാ, ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്യുന്നത്. പക്ഷേ നാട്ടുകാർക്ക് മുന്നിൽ ആ സത്യം വെളിപ്പെട്ടു പോയതുകൊണ്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റാതായി പോയി. നീ പക്ഷേ അതിനും മീതെയുള്ളൊരു ബുദ്ധി കാട്ടി. പ്രീതിയോട് ഒരു ദേഷ്യവും കാട്ടിയില്ല. ഇവളുടെ കുഞ്ഞിനെ സർവാത്മന അംഗീകരിക്കുന്നതായി നടിച്ചു. സ്നേഹം കൊണ്ട് പ്രീതി അങ്ങ് മൂടി. ഇവൾക്ക് പിറക്കാനിരിക്കുന്ന കുഞ്ഞിന് സമ്മാനം 1 കോടി അല്ലേടി? ആ 1 കോടി പിറക്കും മുമ്പേ ആ കുഞ്ഞിനെ പുതപ്പിക്കാനുള്ള 1 കോടി ഉണ്ടാണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ വൈകിപ്പോയി സത്യഭാമേ. വസുമതി, ഇനിയൊരു അക്ഷരം കൂടി നീ മിണ്ടിയാലുണ്ടല്ലോ. സത്യം നിന്നെ ഭയപ്പെടുത്തുന്നുണ്ട് അല്ലേ സത്യഭാമേ? പിടിച്ചോണ്ട് പോടാ നിന്റെ അമ്മയെ. അങ്ങനെ പോകാൻ വന്നതല്ലടി ഞാൻ. അമ്മേ പ്ലീസ്. നിന്റെ കുഞ്ഞിനെ അരുങ്കൊല ചെയ്തിട്ടും നീ ഇപ്പോഴും ഇവരുടെ വാലാട്ടിപ്പട്ടിയായി നിൽക്കുവാണോടാ? കഷ്ടം. അർജുൻ, ഇവരെ വിളിച്ചോണ്ട് പോ, അല്ലെങ്കിൽ ഇയാളുടെ അമ്മയാണോ ഞാൻ നോക്കില്ല. വിളിച്ചോണ്ട് പോ. നീ എന്ത് ചെയ്യൂടാ? വേണ്ട, നിങ്ങള് പോടാ. അമ്മേ പ്ലീസ്, ഇതൊരു ഹോസ്പിറ്റലാ. ഈ സാഹചര്യത്തിൽ സംസാരിക്കേണ്ടതല്ല ഇതൊന്നും. എന്തുണ്ടെങ്കിലും നമുക്ക് സംസാരിച്ചു തീർക്കാം. ഇനി എന്ത് സംസാരിക്കാനാടാ? അമ്മ ഇങ്ങ് വന്നേ, വാ. വിടറാ, വിടന്നെ. ഏട്ടൻ എന്താ ഈ കാണിക്കുന്നേ? നീ മിണ്ടിപ്പോരുത്. അമ്മ ഇങ്ങ് വാ, വരാ. വാ അമ്മ. ഇതിനുള്ള കട നീ വീട്ടിൽ സത്യഭാമേ. അമ്മ ഞാൻ പറയുന്നത് കേക്കമ്മേ. അമ്മ വന്നേ. വീട്ടിക്ക് വസുമതി. അമ്മ ഇങ്ങോട്ട് വരാൻ. വീട്ടിൽ ചിരിക്കും. അമ്മ നോക്കിക്കോ. അമ്മ വരാൻ. ഞാനൊന്ന് പറയട്ടെ, വാ. വിടറ എന്നെ. ഡിസ്ചാർജ് തരാമെന്ന് പറഞ്ഞു ഡോക്ടർ.
എല്ലാരും ഫോണിൽ ട്രൈ ചെയ്തു, ആരെയും കിട്ടുന്നില്ല. അതെന്താ ആരും എടുക്കാത്തത്? ചില നമ്പറിൽ കോള് പോകുന്നില്ല, കിട്ടുന്നവർ അപ്പൊ കോള് കിട്ടത്തില്ല. അതെന്തിനാ പിള്ളേച്ച ഓപ്പറേഷൻ തീരുന്നിടത്തൊക്കെ പോകുന്നത്? ചെറിയൊരു വയറുവേദനയായിട്ട് പോയതല്ലേ പ്രീതി? മധുരം കൂടുതൽ കഴിച്ചതല്ലേ? ദഹനക്കേടിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഗ്യാസ്. ഇതൊക്കെ ഗർഭിണിയൊക്കെ പതിവുള്ളതാ. ദഹനക്കേടോ ഗ്യാസ് ട്രബിളിനോ ഒക്കെയുള്ള പതിവുള്ളൊരു ഗുളിക, അത്രേ ഉള്ളൂ. അതിന്റെ ആവശ്യമുള്ളൂ. അങ്ങനല്ലേ മോളെ? കണ്ടോടോ, കണ്ടോ? ഇതിലുള്ളവർ പറയുന്ന കേക്ക്. IAS പരീക്ഷ പാസ്സായ കുട്ടിയാ. അവളേക്കാൾ വിവരം തനിക്കാണോ? മറ്റുള്ളവരുടെ മനസ്സമാനം കളയാനായിട്ടും വളവളവളാന്ന് ഓരോന്ന് എപ്പോഴും അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇയാൾക്ക് എപ്പോഴും ഇത് പതിവുള്ളതാ. ഇത് സർ. ഇനി വേണോ സർ? ഇനി വേണമെന്നുണ്ടെങ്കിൽ കുടിക്കാനായിട്ട് ഞാനിവിടെ കിണർ കുത്തണോ? ദാഹത്തിന് ഇത്തിരി വെള്ളം ചോദിച്ചപ്പോ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുന്നേ. വെള്ളത്തിന് എന്താ ഇവിടെ ക്ഷാമമാണോ? കൊണ്ടുവരാം സർ. വേണ്ട, എന്നാ പിടി. ജോലിക്കാർ ഒറ്റ എണ്ണത്തിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല, എല്ലാം വെറുതെ. പ്രീതി ഇറങ്ങ. പതുക്കെ. അർജുനോടെ പ്രീതി, നീ തൊടണ്ട, അങ്ങോട്ട് മാറി നിൽക്ക.